ഹായ് ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബെസ്റ്റ് ബാച്ചായിരുന്നു സിവിൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഇപ്പോൾ ഏകദേശം 26ഓളം പേര് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് 30 സ്റ്റുഡൻസ് ആണ്, അതായത് 4 സ്റ്റുഡൻസിനും കൂടി അവസരമുണ്ട്. ഞാൻ ഈ കാര്യം ആദ്യം തന്നെ പറയാൻ കാരണം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സംശയം വരും, അതായത് എത്ര സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. കാരണം ഇതുപോലൊരു ബാച്ച് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 വർഷം വാലിഡിറ്റിയാണ് നമ്മൾ ഈ കോഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ 1 വർഷം മെൻറ്റർഷിപ്പും, അതും വെറും മെൻറ്റർഷിപ്പ് അല്ല, ഡുവൽ മെൻറ്റർഷിപ്പ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമുകൾ ഏതൊക്കെ എഴുതാൻ പറ്റുന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ആ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമുക്കറിയാം നമുക്ക് വേറൊരു ഫീൽഡിൽ ജോലി ചെയ്യാൻ എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റില്ല. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാനൊരു IT ഫീൽഡിലെ ജോബ് പോട്ടെ, അല്ലെങ്കിൽ ആ ജോലിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതായത് ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സാണ് അല്ലേ. അതായത് ഇപ്പോൾ കേരള PSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെൻട്രൽ PSC എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ സാധ്യതകളും ഏറ്റവും കൂടുതൽ വരുന്നതും സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരു കാലത്തും ഇല്ലാതാവുന്നില്ല, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബേസിക്കലി ഈ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ കാര്യം അറിയാം. ഒരു 2-3 വർഷം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വിവിധ റാങ്ക് ലിസ്റ്റുകൾ ഒരുപോലെ, അതായത് കഴിഞ്ഞ വർഷം ഏകദേശം 33 എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം 7 എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു സിവിലിൻ്റെ. കഴിഞ്ഞ ജൂൺ 7-ാം തീയതി ആണെങ്കിൽ എനിക്ക് ഓർമ്മ 2023 അത്രയും എക്സാമുകളൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമിന് ഒരുമിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞ് ഇപ്പോൾ 7-ാം തീയതി എക്സാം ഉണ്ടെങ്കിൽ അടുത്ത എക്സാം 12-ാം തീയതിയാണ്, 4 ദിവസത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ 5 ദിവസത്തെ ഗ്യാപ്പാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു എക്സാം പഠിച്ച് കഴിഞ്ഞ് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യണം, എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം. ഇതിന് വേണ്ടിയതാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഒരുമിച്ച് ഏകദേശം 15ഓളം എക്സാംസിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം, നമുക്കിപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ LSTDI ആണ്. ഓൾറെഡി ഉള്ള ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് LSTDI കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന എക്സാം അടുത്ത PWD വരും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതായത് LSTD ഡിപ്പാർട്ട്മെൻറ്റ്, PWD ഇറിഗേഷൻ, ഹൈഡ്രോളജി, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, KSHB, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിൻ, KEA, KTDC, PCB, അങ്ങനെ വരുന്ന ഒരുപാട് പോസ്റ്റുകളിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ. ഇത് കൂടാതെ ഒരുപാട് ഓവർസിയർ പോസ്റ്റുകൾ നിങ്ങൾക്കറിയാം. ഒരുവിധം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എക്സാമുകളൊക്കെ ഓവർസിയർ 3rd ഗ്രേഡ് ആണെങ്കിലും 2nd ഗ്രേഡ് ആണെങ്കിലും 1st ഗ്രേഡ് ആണെങ്കിലും എല്ലാത്തിനും ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ A ലെവൽ എക്സാമിൻ്റെ തൊട്ട് താഴെയുള്ള എക്സാമാണ് ഓവർസിയർ ഗ്രേഡ് 1 എക്സാം. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഗ്രേഡ് 2 എക്സാം, ഗ്രേഡ് 3 എക്സാം അതിന് താഴെയുള്ള. അതായത് നിമി ബേസ്ഡ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഗ്രേഡ് 3 ഗ്രേഡ് 2 ഒക്കെ. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ RRB JEE, SSC JEE, ഗേറ്റ് പോലുള്ള എക്സാമുകൾ, അതല്ലാതെ പല PSUs എക്സാം നടത്താറുണ്ട്. പല ബെല്ല് പോലത്തെ PSUs, അല്ലെങ്കിൽ HAL പോലെ, BPCL, അതുപോലെ ഒരുപാട് PSUs സെപ്പറേറ്റ് എക്സാം നടത്താറുണ്ട്. ഓക്കെ, HPCL, അതുപോലെ അതിനൊക്കെ സിവിലിൻ്റെ വേക്കൻസീസും വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വരിക? അത് എന്താ പറയുക, നമുക്കൊരു ഒറ്റ കോഴ്സിൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എക്സാം വരുമ്പം വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകത. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് നമുക്കിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ജസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു 26 അഡ്മിഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്തപ്പോൾ സ്റ്റുഡൻസിന് തരുന്ന റെസ്പോൺസ് നമുക്ക് മനസ്സിലായി. കാരണം അവർക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ എക്സാംസ് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇൻട്രാക്ഷൻ, അമ്മു മിസ്സാണ് നമുക്കറിയാം, നമ്മൾ ലീഡ് മെൻറ്ററാണ് അമ്മു മിസ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ കോഴ്സസിൻ്റെ അക്കാദമിക് ഇന്നോവേഷൻ ഉണ്ടാണ്. അതായത് 12 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഒട്ടനവധി എക്സാമുകൾ ക്വാളിഫൈ ചെയ്തതാണ്. അപ്പോൾ മിസ്സിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എനിക്കറിയില്ല എത്രത്തോളം നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് എക്സാമിനെ പറ്റി, ഏത് ലെവലുള്ള എക്സാമിനെ പറ്റി മിസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് മിസ്സും ഉണ്ടാവും, അതായത് 30 സ്റ്റുഡൻസ് പ്ലസ് മെൻറ്റർ, ഒരു നമ്മളെ റെഗുലർ മെൻറ്റർ ഉണ്ടാവും. ആളായിരിക്കും നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് സ്റ്റഡി പ്ലാൻ തരുന്നുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആളായിരിക്കും ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമ്മു മിസ്സ് നിങ്ങളെ റെഗുലർലി മോണിറ്റർ ചെയ്യുന്നുണ്ടോ. അതാണ് നമ്മൾ ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ അവതരിപ്പിച്ചത്. അത് നമുക്ക് എന്തായാലും 100% കൊടുക്കാൻ പറ്റും. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ അമ്മു മിസ് നമ്മളെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ, അതായത് ഇത്രയും എക്സാമുകൾ, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും എക്സാമിൻ്റെ. അപ്പോൾ ഇതല്ലാതെ ഒരുപാട് എക്സാമുകൾക്കും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 15ഓളം, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 15 എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഡീഷണലി പറയുന്നുണ്ട്. അതായത് 1000-ലധികം എക്സാമുകൾ നമുക്കറിയാം. ഏകദേശം അപ്പോൾ എൻട്രി ആപ്പിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3.5 ഇയേഴ്സായി. ഈ 3.5 ഇയേഴ്സിൽ ഒരു 3 ഇയേഴ്സിന് അപ്പോൾ സിവിൽ കണ്ടൻറ്റുകൾ നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ LSTD എക്സാമിനൊക്കെ ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ
വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി 2020 ശേഷമുള്ള എക്സാംസിൻ്റെ പാറ്റേൺ മാറിയപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് പാറ്റേണിലുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 1000-ലധികം എക്സാംസ്, 1000-ലധികം ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് ടോപ്പിക് വൈസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ഉണ്ട്, ഇങ്ങനെയുള്ള എക്സാംസുകൾ, ചെറിയ എക്സാംസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ച് നിങ്ങളൊരു എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്താണ് നമുക്ക് ആ എക്സാമിലേക്കുള്ള അകലം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്തത്. അതായത് നമ്മളിപ്പം ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കോഴ്സസ് നമുക്ക് പറയാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ എക്സാംസിൻ്റെ കോഴ്സസ് ഉണ്ട്, അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓവർസിയർ എക്സാംസിൻ്റെ കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3ൻ്റെ കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. RRB JEEൻ്റെ കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. SSC JEEൻ്റെ കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് പർച്ചേസ് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ചിലെ ആളുകൾക്കാണെങ്കിൽ ഗേറ്റിൻ്റെ കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഏകദേശം ഒരു 90,000 രൂപ വില വരുന്ന, വെർത്ത് വരുന്ന കണ്ടൻറ്റുകളാണ് ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതും വളരെ തുച്ഛമായ പൈസയ്ക്ക്. ഓക്കെ, അത് വാല്യൂ ഓഫ് മണി എന്നുള്ള രീതിയിലാണ് ഞാൻ വളരെ തുച്ഛമായ പൈസയ്ക്ക് എന്ന് പറഞ്ഞത്. കാരണം 90,000 രൂപ, ഏകദേശം 1,00,000 രൂപേൻ്റെ അടുത്ത് വരുന്ന കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന് അതോടെ കിട്ടാൻ പോകുന്നത്. അതും 2 വർഷം വാലിഡിറ്റിയിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് വരുന്ന 2-3 വർഷത്തിനുള്ളിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് വരുന്നുള്ള കാര്യം അവർക്ക് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലായി. അവർക്ക് ഈ എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് ആ ജോലിക്ക് കയറാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു ബെനിഫിറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫാക്കൽറ്റീസാണ്. നമുക്ക് ഫാക്കൽറ്റീസ് ഏറ്റവും ലീഡ് ചെയ്യുന്നത് നമുക്ക് അമ്മു മിസ്സാണ്. ബാക്കിയുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിവിലിലെ കോഴ്സസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ഫാക്കൽറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് റിയാസ് സാർ നമുക്കറിയാം മെക്കാനിക്കലിൻ്റെ ഫാക്കൽറ്റിയാണ്. പക്ഷേ നമ്മുടെ കണ്ടൻറ്റുകൾ അവിടെ വരുന്നുണ്ട്. അതായത് മെക്കാനിക്കലിൻ്റെ അണ്ടറിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലെ അല്ലെങ്കിൽ അവിടെ വരുന്ന കുറച്ച് കണ്ടൻറ്റുകൾ, സിവിലും മെക്കാനിക്കലും റിലേറ്റഡായി കുറച്ച് കണ്ടൻറ്റുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് സാർ നമുക്ക് കുറച്ച് എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് സെഷൻസിൻ്റെ കാര്യങ്ങൾ, കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്, മെഷീൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാറുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്നത് പ്രശാന്ത് സാറായിരിക്കും. ബാക്കിയൊക്കെ നമ്മുടെ സിവിലിൻ്റെ ഫാക്കൽറ്റീസാണ്, എക്സ്പെർട്ടീസാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇനി അമ്മു മിസ്സിനെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണ്. മിസ് ഏകദേശം 12 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. MTech റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ തന്നെ SSC JEE, RRB JEEൻ്റെ Tier 1, Tier 2 ക്ലിയർഡാണ്. മിസ്സിൻ്റെ ടീച്ചിങ് ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രം ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം മിസ്സിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഓൾറെഡി ഓർഗാനിക്കായിട്ട് അത്രയും സ്റ്റുഡൻസ് അതിനകത്ത് ഓരോ എക്സാമിന്, ഇതിനു മുമ്പ് വന്ന എക്സാംസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലും കൂടിയായിരുന്നു. അതിനുശേഷമാണ് എൻട്രിയിലേക്ക് മിസ് വന്നത്. മിസ്സിൻ്റെ ഒരുപാട് കണ്ടൻറ്റ് എൻട്രി ത്രൂ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ആണുള്ള ലിസ്റ്റിനകത്തുണ്ടായിരുന്നു. കേരള PSC LSCDIൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ പാസ്സായിരുന്നു. ഗേറ്റിൻ്റെ ഗേറ്റ് ഒന്നിലധികം തവണ ക്രാക്ക് ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ KLDC ഇതിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതായത് ഒട്ടനവധി എക്സാമുകൾ. ഇത് ജസ്റ്റ് നമ്പർ ഓഫ് എക്സാംസ് മാത്രമാണ്. ഇതല്ലാതെ മിസ് അറ്റൻഡ് ചെയ്തതും മിസ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതുമായിട്ട് ഒരുപാട് എക്സാമുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും എഫിഷ്യൻ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ഓക്കെ, അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അത്രയും ക്ലിയർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെറും 4 വേക്കൻസി കൂടി മാത്രം ബാക്കിയുണ്ട്. 30 സ്റ്റുഡൻസാണ് നമ്മൾ ഇൻറ്റ് ചെയ്യുന്നത്. ആ 30 സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. കാരണം ഇനിയിപ്പോൾ വിളിക്കാൻ പോകുന്ന RRB JEE വിളിക്കാൻ പോവാണ്. ഓക്കെ, RRB JEEയിൽ ജനറൽ കണ്ടൻറ്റ് നിങ്ങൾ റെഗുലർ ക്ലാസ്സിലായിട്ട് കിട്ടും. അതല്ലാതെ നമ്മളെ ഗോൾഡ് കണ്ടൻറ്റ് അത് വരുന്നത്, അതായത് ടെക്നിക്കൽ സെഷനിൽ, സിവിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സെഷനിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു ഗോൾഡിൻ്റെ അകത്ത് മിസ് ഡിസ്കസ് ചെയ്തിടും. ഓക്കെ, അതായത് CBT 1 ജനറൽ കണ്ടൻ്റ് ആണ്. അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടെക്നിക്കൽ സെഷൻ സിവിൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മാത്രം ഇതിൻ്റെ അകത്ത് ഓരോ എക്സാം വരുമ്പോൾ ആ എക്സാമിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. RRB JEEൻ്റെ പ്രീവിയസ് ഇയറിൽ നമ്മൾ സിവിലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വേറെ ഏതൊരു എക്സാം വരികയാണ്, ഇപ്പോൾ ഓവർസിയർ എക്സാമോ അല്ലെങ്കിൽ വേറെ ഒരു ട്രേസർ എക്സാമോ അതുപോലുള്ള എക്സാം, അതായത് നിങ്ങളിപ്പം ലെവൽ എക്സാം അല്ല, വേറെ ഏതെങ്കിലും എക്സാമാണ് നിങ്ങൾക്ക് ഈ വീക്ക് ഒരു എക്സാം ഉണ്ടെങ്കിൽ ഈ വീക്കിലൊരു 2-3 ഡേയ്സ് ആ എക്സാമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ ഡിസ്കസ് ചെയ്യും. ഈ സ്റ്റുഡൻസിന് വേണ്ടി ഡിസ്കസ് ചെയ്യും. അവർക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കും, അഡീഷണലി കൊടുക്കും. കാരണം അവർ എത്രത്തോളം മോൾഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ മോൾഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ 4 സീറ്റിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 4 സീറ്റ് ബാക്കിയുണ്ട് ഈ ഫസ്റ്റ് ബാച്ചിലേക്ക്. നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണെന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എത്രത്തോളം നമുക്ക് ലിമിറ്റഡ് ആക്കാൻ പറ്റും. നമ്മൾ 30 സ്റ്റുഡൻസ് ആണ്. 30 സ്റ്റുഡൻസ് ആക്കാനുള്ള കാരണം നമുക്ക് ഈക്വലി മോണിറ്റർ ചെയ്യണം ഓരോ സ്റ്റുഡൻറ്റിനെയും.
30 സ്റ്റുഡൻ്റ് ആകുന്ന സമയത്ത് ഡുവൽ മെൻറ്റേഴ്സ് ഉണ്ടാവും. മെൻറ്റർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ മെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ അമ്മു മിസ് ഉണ്ട്. അമ്മു മിസ് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മിസ്സിൻ്റെ അടുത്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സസിനകത്ത് ലൈവ് ക്ലാസ്സസിനകത്ത് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മിസ്സായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് ഡൗട്ടുകളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് 4 സീറ്റ് ഈ വീക്ക് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും. ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യും. അടുത്ത ബാച്ച് എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് നോക്കുക. കാരണം RRBJE തൊട്ട് മുമ്പിലുണ്ട്. RRBJE കഴിഞ്ഞാൽ LSCDA വരും. അതായത് നിങ്ങൾ എത്രത്തോളം ലാഗ് അടിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാകുക. LSCDA എന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസി വരുന്നൊരു പോസ്റ്റാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. അപ്പോൾ ആ വേക്കൻസിയൊക്കെ നിങ്ങൾ മിസ് ചെയ്യാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു.